നമസ്കാരം പ്രിയമുള്ളവരെ. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇപ്പോൾ വിജയിച്ച് MLA ആയി കളയാമെന്ന വ്യാമോഹവുമായി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയ അഖിൽ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് താരം ഇലക്ഷനിൽ പരാജയപ്പെട്ട് ആകെ വിഷണ്ണവതനായി ഇന്നലെ 2020 മുതലാളി സാബു ജേക്കബിനെ വിളിച്ച് കരയുന്ന ഒരു രംഗവും വോയിസുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിടുന്നുണ്ട്. വളരെ വികാരാധീനനായിട്ടാണ് അഖിൽ മാരാർ പറയുന്നത്. താൻ സംഖ്യയായതിനു ശേഷം തൻ്റെ ഫോളോവേഴ്സൊക്കെയും പോയി, തൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെയും പോയി, ഉദ്ഘാടനത്തിന് ആരും വിളിക്കുന്നില്ല, ആകെ പട്ടിണിയാണ്. അതുകൊണ്ട് സാബു ജേക്കബ് ഉദാരമായി എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനോ ബോർഡോ ഒക്കെ വാങ്ങിച്ച് തനിക്ക് തരണമെന്നാണ്. എന്തായാലും സംസ്ഥാനത്തെ BJP നേതാക്കന്മാർക്ക് പോലും ബോർഡും കോർപ്പറേഷനും ഒന്നും അഖിലേന്ത്യാ BJP നേതൃത്വം കൊടുക്കുന്നില്ല. അപ്പോഴാണ് കൊടുത്ത 19 സീറ്റിലും പരാജയപ്പെട്ട 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു ബോർഡും കോർപ്പറേഷനും സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അഖിൽ മാരാർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനൊട്ടും സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. എന്തായാലും അഖിൽ മാരാരുടെ കരച്ചിലും സാബു ജേക്കബിൻ്റെ മറുപടിയുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എന്താണ് ഏറ്റവും രസാവഹം, സാബു ജോർജ് അഖിൽ മാരാരുടെ പരിവേദനങ്ങൾ കൊടുക്കുന്ന മറുപടി, അതാണ് ഏറ്റവും രസകരം. അഖിൽ മാരാർ പറയുന്നത് താൻ ഇലക്ഷനിൽ തോറ്റു, തനിക്ക് വരുമാനമാകെ നിറച്ചു, തൻ്റെ ബൈക്ക് വിറ്റു, തൻ്റെ BMW വിറ്റു, എല്ലാം വിറ്റ് തിരഞ്ഞെടുപ്പിന് ചിലവാക്കി, ദയവായി ഇതെല്ലാം നഷ്ടമായി എനിക്ക് അങ്ങ് 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനമെങ്കിലും തന്ന് അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സാബു ജേക്കബ് പറയുന്നൊരു മറുപടി, ജില്ലാ പ്രസിഡന്റോ, നമ്മുടെ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് തന്നെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആക്കുന്നതെന്നാണ് സാബു ജോർജ് തിരിച്ചു ചോദിക്കുന്നത്. അതായത് സാബു ജേക്കബ് തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റും ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരികയാണ്. സാബു ജേക്കബിൻ്റെ പാർട്ടിക്കാർ പറയുന്നത് തങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റിയും പിന്നെ സംസ്ഥാന കമ്മിറ്റിയും, അതിൽ സാബു ജേക്കബും മാത്രമേ ഉള്ളൂ സംസ്ഥാന കമ്മിറ്റി. അതായത് സാബു ജേക്കബ് പ്രമേയം അവതരിപ്പിക്കുന്നു, സാബു ജേക്കബ് കൈയടിക്കുന്നു, സാബു ജേക്കബ് തന്നെ പാസ്സാക്കുന്നു. സാബു ജേക്കബിൻ്റെ ഒരു ഛത്രപതി ആധിപത്യത്തിലുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി, അല്ലാതെ 2020 ജില്ലാ കമ്മിറ്റികളോ പഞ്ചായത്ത് കമ്മിറ്റികളോ വാർഡ് കമ്മിറ്റികളോ ഒന്നുമില്ല. ഒരു ജനാധിപത്യ പാർട്ടിക്ക് വാർഡ് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും ഒക്കെ അത്യന്താപേക്ഷിതമാണ് എന്ന രാഷ്ട്രീയ ബോധം പോലും ഇല്ലാത്ത ഈ സാബു ജേക്കബിൻ്റെയൊക്കെ പാർട്ടിയിൽ ചേർന്ന അഖിൽ മാരാരെ വേണം നല്ല ചൂറിൽ വെട്ടി ചന്തിക്ക് നല്ല അടി കൊടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനാധിപത്യ പാർട്ടിയുടെ യാതൊരു സ്വഭാവവും ആ പാർട്ടി കാണിക്കുന്നില്ല എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. പാർട്ടിക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല, വാർഡ് കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല. എന്ത് കണ്ടിട്ടാണ് അഖിൽ മാരാർ ഇത്തരം പാർട്ടികളിൽ പോയി ചേർന്നത് എന്നത് ആണ് ചോദിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ആതിര നായർ, അതുപോലെ പ്രോമിയോ എന്തോ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി, അദ്ദേഹം ഏതോ ഷോ, വെറുതെയുള്ള ഭാര്യ എന്നാണ് തോന്നുന്നു, ആ ഷോയിൽ കൂടി വന്ന ഒരാളാണ്. പിന്നെ ആതിര നായർ, പിന്നെ അങ്ങനെ കുറച്ച് സെലിബ്രിറ്റികൾ, ആതിര നായർ, ആതിര D നായർ, അഞ്ജലി നായർ, പിന്നെ അഖിൽ മാരാർ. ഇതിൽ കുറച്ചുകൂടി രാഷ്ട്രീയ വിവരവും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്ന അഖിൽ മാരാരാണ്. ബാക്കിയൊക്കെയും ഷോ ഓപ്പാണ്, മേക്കപ്പൊക്കെ ഇട്ടിങ്ങനെ വന്ന് നമ്മുടെ ആ തിരഞ്ഞെടുപ്പ് കാലത്തെ ആ ടൈറ്റ് ആകെ ടെൻഷൻ നിറഞ്ഞതായിരിക്കുമല്ലോ തിരഞ്ഞെടുപ്പിൻ്റെ സമയം. ആര് വിജയിക്കും ആര് തോൽക്കുമെന്നൊക്കെ രാഷ്ട്രീയത്തിലെ അണികളും നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെ ടെൻഷൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടെൻഷൻ ഒന്ന് അയക്കാൻ വേണ്ടി തമാശ കലർന്ന ചില രംഗങ്ങളൊക്കെ പ്രദാനം ചെയ്യുവാൻ 2020 സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ആദ്യം സ്ഥാനാർത്ഥിയാക്കി വെക്കാൻ തീരുമാനിച്ചിരുന്നത് ഒന്ന് വീണ നായരുടെ ആയിരുന്നു, മറ്റൊന്ന് നമ്മുടെ ലക്ഷ്മിപ്രിയ ആയിരുന്നു. ലക്ഷ്മിപ്രിയ അറിയാമിയ അൻസിബയുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്ന ആ സിനിമാ താരം. ഇവർ രണ്ടുപേരെയുമായിരുന്നു ആദ്യം 2020 സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. പിന്നെ അവർ നോമിനേഷൻ കൊടുക്കാൻ പോയ സമയത്താണ് മനസ്സിലായത് രണ്ടുപേർക്കും തങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷന് മത്സരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ആളുകളെയാണ് ഈ ഇലക്ഷനിലേക്ക്, അങ്ങനെ പോലും അറിയാത്ത ആളുകളെയാണ് ഇലക്ഷനിലേക്ക് 2020 സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥികളുടെയും ആ പാർട്ടിയുടെയും ഒക്കെ ഒരു നിലവാരം, അവർക്ക് ജനാധിപത്യത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് വ്യക്തമാണ്. അവർക്കറിയില്ല ഈ ഇലക്ഷൻ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുമെന്ന്. ഇനി അവരുടെ ചിഹ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും തമാശ കലർന്നത്. ചക്കയാണ് ചിഹ്നം. ചക്ക സംസ്ഥാന ഫലമാണ് എന്നൊക്കെ പറഞ്ഞ്
2020-കാർക്ക് ആശ്വസിക്കാമെങ്കിലും അത് ആ ചിഹ്നം എന്ന് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ടാണ് വോട്ടർമാർക്ക് തോന്നിയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് കുന്നത്തൂരിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വോട്ട് പിടിച്ചിട്ടും ഇപ്രാവശ്യം ആ പ്രകടനം നിലനിർത്തുവാൻ 2020-ക്ക് കഴിയാതിരുന്നത്. അവരുടെ ചിഹ്നം പോലും ആളുകൾക്കൊരു തമാശയായി തോന്നി എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അഖിൽമാരാരൊക്കെ അല്പസമയം കൂടി കോൺഗ്രസിലൊക്കെ പിടിച്ചു നിൽക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർക്കൊക്കെ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു. പക്ഷേ MLAയും MP യും ഒന്നും ആകുവാൻ പറ്റിയില്ലെങ്കിലും വരുന്ന UDF അധികാരത്തിലെത്തുന്നതോടുകൂടി കോർപ്പറേഷൻ അതുപോലെയുള്ള ഏതെങ്കിലും ബോർഡുകളിലൊക്കെയും അഖിൽമാരാർക്ക് വരുവാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ചും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ കോൺഗ്രസ് അഖിൽമാരെ പ്രതിഷ്ഠിക്കുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയമുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പിന്നീട് BJP-യിലെത്തിയ ഒരാളാണെങ്കിൽ പോലും രാഷ്ട്രീയമായ സ്ഥിരത ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയമായ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ പിഷാരടി പറഞ്ഞതുപോലെ അഖിൽമാരാർ ഒന്നിലും സ്ഥിരതയില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റിന് മറുപടി പറയണമെങ്കിൽ ആ കമൻറ്റ് ആ 3 വർഷം ഒബ്സർവേഷനിൽ വെച്ചേക്കണമെന്നാണ് പിഷാരടി പറയുന്നത്. കാരണം 3 വർഷം കഴിഞ്ഞിട്ടേ ആ കമൻറ്റിന് മറുപടി പറയുവാൻ കഴിയൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കമൻറ്റും അഭിപ്രായവും ഒക്കെ മാറ്റുന്ന ഒരാളാണ് അഖിൽമാരാരെന്ന് പിഷാരടി പറഞ്ഞതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിക്കേണ്ടി വരുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നമ്മുടെ അഖിൽമാരാരെ കുറിച്ച് എന്നത് വാസ്തവമാണ്. എന്തായാലും സംഘീപാളയത്തിലെത്തിയ ഒരുപാട് ആളുകൾക്ക് അവർക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന കരച്ചിലാണ്. അത് അഖിൽമാരാർക്ക് 70,000 ആണെങ്കിൽ പേളിമാണിക്ക് ഇപ്പോൾ 4 ലക്ഷം ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് കരയുന്നുണ്ട് പേളിമാണി. എന്തായാലും സംഘികൾക്ക് അത്ര മികച്ച കാലഘട്ടമല്ല കേരളത്തിൽ ഇപ്പോഴും എന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. സംഘികളെ അംഗീകരിക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം വൈമനസ്യം കാണിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും 2020-യും അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ചിട്ടുണ്ട്. നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മിക്ക മണ്ഡലങ്ങളിലും എറണാകുളത്ത് അവർക്ക് ആ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അതും ഈ സംഘീപാളയത്തിലേക്ക് സാബു ജേക്കബ് തൻ്റെ പാർട്ടി എത്തിച്ചതിൻ്റെ ഒരു തിക്തഫലമായിരിക്കാം. ആ പാർട്ടിയും എന്തായാലും കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ചും ആ പാർട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അതിൻ്റെ നേതാവ് സാബു ജേക്കബിൻ്റെയൊക്കെ പ്രസ്താവനയൊക്കെ കാണുമ്പോൾ അതിന് ജനാധിപത്യവുമായി ഒരു സ്വഭാവം പോലും ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൈസയുടെയൊക്കെ ബലത്തിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, വോട്ട് ചെയ്തു പോയി എന്നതിനപ്പുറം അവർക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അഖിൽമാരാർ കുറച്ചുകൂടി മിതത്വവും ഒക്കെ പാലിക്കേണ്ടതായിരുന്നു. പെട്ടെന്നുള്ള ഈ എടുത്തുചാട്ടലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവിയെ ബാധിക്കും. പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കാര്യഗൗരവമുള്ള ആളാണ് അഖിൽമാരാർ. പ്രശ്നങ്ങളൊക്കെ അപഗ്രഥിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അപക്വമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവതളത്തിലാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെലിബ്രിറ്റിയായിട്ട് അദ്ദേഹം നിന്ന് പോകും. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. എങ്ങനെ വിപണനം ചെയ്യാം തന്നെ എന്നറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എന്ന ഒരു നിഗമനം എനിക്കുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.